ബി.ജെ.പി. അവരുടെ തനിനിറം കാണിക്കുകയാണ് ചെയ്തത്. രാജ്യത്തിൻ്റെ അഭിമാനമായി രാജ്യം നേരിട്ടൊരു വലിയ വെല്ലുവിളിയിൽ നമ്മളെടുത്ത ഓരോ നടപടികളും അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ആ ഫാമിലിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്. ഒരുപാട് സർവീസ് രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവരെ പോലും മതം ചകഞ്ഞ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തയ്യാറാവാന്ന് പറയുമ്പോൾ ബി.ജെ.പി. അവരുടെ തനിനിറം കാണിക്കുക. ഈ തീവ്രവാദത്തെ നമ്മൾ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചതും പരാജയപ്പെടുത്തിയ എല്ലാ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ്. തീവ്രവാദികൾ ആഗ്രഹിച്ചത് ഈ ഇൻസിഡൻറ്റിലൂടെ അവരെ ജീവനെടുക്കാൻ മാത്രമല്ല, നാടിൻ്റെ ഐക്യം കൂടെ കവരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതിന് വിട്ടുകൊടുക്കാതെ ആ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ പോലും ധീരരായി ഇതൊരു പ്രദേശത്തെ ജനങ്ങളെയോ ജാതിയോ മതമോ വേർതിരിച്ച് കാണരുത് എന്നുള്ള സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നിടത്താണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റൊരു മന്ത്രി ഈ നാടിൻ്റെ ആർമിയുടെ ഭാഗമായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളുടെ കുടുംബത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത്. ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അർഹരല്ല. ഒരു നിമിഷം പോലും ആ പദവി ബി.ജെ.പി. ആളെ പുറത്താക്കാൻ തയ്യാറാവണം. ഇത് അവരുടെ തനിനിറം കാണിക്കുകയാണ് ചെയ്തത്. ഇപ്പം മൂടി വെച്ച് എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഐക്യം പറയാൻ ശ്രമിച്ചാലും ഉള്ളിൽ ഇത് തന്നെയാണ് എന്നുള്ളതാണ് പറയാൻ ശ്രമിച്ചത്. ഒരിക്കലും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ച ശേഷം ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ രാജ്യം അഭിമാനത്തോടെ തലയുയർത്തി നിന്നാണ് ആ രണ്ട് സഹോദരിമാർ. നമ്മുടെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നമ്മൾ കണ്ടതല്ലേ. എത്ര ക്രൂരമായിരുന്നു വേട്ടയാടലുണ്ടായിരുന്നു. ഗവൺമെൻറ്റുകളുടെ തീരുമാനത്തെ പത്രസമ്മേളനം നടത്തി ഡിക്ലെയർ ചെയ്യാൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തി ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകളെ, ഭാര്യ ഉൾപ്പെടെയുള്ള സൈബർ ലിഞ്ചിങ്ങിന് ഇരയാക്കുന്ന നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതൊന്നും രാജ്യസ്നേഹമല്ല. എത്ര കോൺഗ്രസ് പറയുന്നത് ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്നെ അറിഞ്ഞത്. ട്രംപ് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ വ്യാപാരം നിർത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ഒരു മന്ത്രിതലത്തിലൊരു മറുപടി ഉണ്ടായിട്ടുണ്ട്. അല്ല, എല്ലാ കാലത്തും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കശ്മീർ പ്രശ്നം US പോയിട്ട് UN പോലും ഒരു തരത്തിലുള്ള മൂന്നാം കക്ഷിയുടെ ഇടപെടലുകൾ ഇന്ത്യ ഇതുവരെ നടത്തിയിട്ടില്ല. മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ്റും അത് നടത്തിയിട്ടില്ല. അതിന് മറിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്താവനകളുടെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രതികരിക്കണം, ഗവൺമെൻറ് പ്രതികരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിക്കുക, ഒരു ആക്ഷേപം ഉന്നയിക്കുകയല്ല. അതിൻ്റെ റിയാലിറ്റി ഫാക്റ്റ് എന്താണ് എന്നുള്ളത് രാജ്യത്തിന് അറിയണം എന്നുള്ളതേ കോൺഗ്രസ് പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ദേശീയ നേതൃത്വം അതിനെ സംബന്ധിച്ച് പറയും. അത് KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ. KPCC പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു വരി ഇപ്പം ആഡ് ചെയ്യാനും ഇല്ല, കുറക്കാനും ഇല്ല. അദ്ദേഹം കൃത്യമായി ഇപ്പം പറഞ്ഞോളൂ. അല്ല, അത് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞു. സംഘടനാപരമായി തന്നെ എല്ലാ ഇനീഷ്യേറ്റീവ്സിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ.